A világban mindenki a földpedig egyetlen. എന്താണ് ഈ മൊഡ്യൂൾ അതിൽ നിന്ന് വേർപെട്ടോ മുന്നോട്ടേക്കുള്ള പോക്ക് ഇനി അടുത്ത സ്റ്റേജുകളെ എങ്ങനെയാണ് ഗോകുൽ? ഹാഷ്മി, ഇപ്പോൾ ഈ ക്രൂ ഡ്രാഗൺ പേടകം ഈ 4 യാത്രികരടങ്ങുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ക്രൂ ഡ്രാഗൺ പേടകത്തിനകത്തുള്ള കൺസോളും അതിന്റെ സാങ്കേതികതയുമാണ്, ഡിസ്പ്ലേകളൊക്കെയാണ്. ഇതാ നമ്മുടെ 4 യാത്രികർ അവർ അതിന്റെ ഒരു കൺട്രോളിലേക്ക് വരുന്നു. ആദ്യഘട്ടത്തിൽ അവർ അനങ്ങാതിരുന്ന ആളുകളാണ്. അവർ ആ ഒരു ഘട്ടം ഇപ്പോൾ ഡ്രാഗൺ സെപ്പറേഷന് ശേഷം ഇപ്പോൾ ഡ്രാഗൺ നിയന്ത്രണത്തിലാണ് അവരുടെ യാത്ര പോകുന്നത്. റോക്കറ്റുമായുള്ള ആ ഡ്രാഗന്റെ ഫാൽക്കൺ 9 റോക്കറ്റും ഈ ക്രൂ ഡ്രാഗണും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അവരും നമുക്ക് ആ വസ്തുക്കളൊക്കെ പോകുന്നത് കാണാം. സീറോ ഗ്രാവിറ്റിയിൽ ആ വസ്തുക്കളൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് അവിടുത്തെ ഗ്രാവിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പരസ്പരം ആശ്ലേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിജയകരമായ ഒരു ഏറ്റവും നിർണായകമായ വിജയകരമായ സ്റ്റേജാണ് അല്ലെ ഗോകുൽ? ോടുകൂടി ഡ്രാഗൺ വേർപെട്ട് സ്വന്തം നിലയ്ക്ക് അതിന്റെ സഞ്ചാരപഥം കണ്ടെത്തിയിരിക്കുന്നു. അത് അതിന്റെ ആവേഗം എടുത്തിരിക്കുന്നു. അതായത് റോക്കറ്റിൽ നിന്ന് ഫാൽക്കൺ 9 നിന്ന് ഡ്രാഗൺ വേർപെട്ടിരിക്കുന്നു. നമുക്കറിയാം ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഈ ബഹിരാകാശ പേടകത്തിന് 2 യൂണിറ്റുകൾ, 2 ഭാഗങ്ങളാണുള്ളത്. അതിലെ ആദ്യ ഭാഗത്താണ് യാത്രികർ ഇരിക്കുന്നത്. അതിൽ ആവശ്യമുള്ള ഇവർക്ക് 4 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ അത്യാവശ്യം പ്രയോഗിക്കേണ്ടുന്ന അത്യാവശ്യമുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഭാഗമാണ് ഈ ക്രൂ ഡ്രാഗന്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗം സോളാർ പാനലുകൾ അടങ്ങുന്ന ട്രങ്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ ട്രങ്കിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. അതിൽ ഒരു ഭാഗത്ത് സോളാർ പാനലുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് റേഡിയേറ്റർ പാനലുകളാണ്. അതായത് ഈ റേഡിയേറ്റർ പാനലുകൾ വെച്ചിരിക്കുന്നത് അത് ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. ശുഭാംശു ശുക്ലയുടെ മാതാപിതാക്കളുടെ പ്രതികരണമാണ് വരാൻ പോകുന്നത്. അവർക്കും ഇത് വളരെ അഭിമാനകരമായ നിമിഷമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു റോക്കറ്റിൽ സ്വന്തം പുത്രൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ദീർഘനാളത്തെ അവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ദീർഘനാളത്തെ പാഷൻ നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ മുഖ്യ പങ്കാളികൾ ഒരാളാണ് ശുഭാംശു. എനിക്കൊന്ന് ഓരോ ഘട്ടവും വിജയിക്കുമ്പോൾ അതിന്റെ ആഹ്ലാദ പ്രകടനമാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അവരുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായി ഇതുവരെ ഒരു തരത്തിലുള്ള പിഴവുകളും സംഭവിക്കാതെ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ എല്ലാ കാൽക്കുലേഷൻസും കൃത്യമായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം, അതായത് ഇപ്പോൾ ഈ പേടകം സ്വന്തം നിലയ്ക്കുള്ള സഞ്ചാരപഥം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 27,000 കിലോമീറ്റർ എന്ന വേഗതയിലാണ്. 90 സെക്കൻഡിൽ ഭൂമിയെ വലം വയ്ക്കും. 10 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഡ്രാഗൺ വേർപെട്ട് സ്വന്തം നിലയിലേക്ക് അതിന്റെ സഞ്ചാരം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഭൂമിയുടെ ഭ്രമണപഥങ്ങളിൽ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ലിയോയിലേക്കാണ് ഇത് ബന്ധിപ്പിച്ച് കിടക്കുന്നത്. ഇനി അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24-25 മണിക്കൂർ ചേസ് ചെയ്യുക. അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രതികരണം. മാതാപിതാക്കളുടെ സന്തോഷമാണ്. ഏതാണ്ട് കൃത്യം പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ മെയ് 25 മുതൽ ക്വാറന്റൈനിലാണ് ഈ 4 അംഗ സംഘവും ശുഭാംശു ഉൾപ്പെടെ. ഇന്ന് കുടുംബാംഗങ്ങളോടൊക്കെ യാത്ര പറയാനൊരു അവസരമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ക്രൂ ഡ്രാഗൺ അകത്തേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ ഏതായാലും 15 മിനിറ്റും 28 സെക്കൻഡും പിന്നിടുമ്പോൾ 26,978 കിലോമീറ്റർ വേഗത്തിലാണ്, 205 കിലോമീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡിലാണ്. വിക്ഷേപണത്തിൽ നിന്ന് 205 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ക്രൂ ഡ്രാഗൺ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ലിയോ ഓർബിറ്റിലേക്ക്, മുമ്പ് ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് നിൽക്കുകയാണ്. ആ ഓർബിറ്റിൽ നിന്നുകൊണ്ടാണ് ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അടുക്കുക. അതിൻ്റെ പൊസിഷനിങ്, അതിൻ്റെ കറക്ഷനൊക്കെ നടക്കുക ഈ ഓർബിറ്റിൽ നിന്നുകൊണ്ടാണ്. ആ സഞ്ചാരമാണ് നാളെ വൈകുന്നേരം 4:00 ഈ സ്പേസ് സ്റ്റേഷനിലേക്ക്. അതാണ് ഏറ്റവും ചരിത്രപരമായ നിമിഷം. ഈ ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്കും ഇപ്പോൾ ഈ യാത്രയിൽ പെഗി വിറ്റ്സൺ ഒഴിച്ച് ബാക്കി 3 യാത്രികർ, ശുഭാംശു ഉൾപ്പെടെയുള്ള 3 യാത്രികർ, അവരെല്ലാവരും അവരുടെ രാജ്യങ്ങളുടെ ചരിത്രം കുറിക്കുകയാണ്. പോളണ്ടിൻ്റെ ആയാലും ഹംഗറിയുടെ ആയാലും ഇന്ത്യയുടെ ആയാലും ആദ്യ ബഹിരാകാശ യാത്രികൻ സ്പേസ് സ്റ്റേഷനിലേക്ക് കാൽവെക്കുകയാണ്. അങ്ങനെ ഈ മറ്റ് 3 രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ബഹിരാകാശ യാത്രികർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നു, അവിടെ കാൽവെക്കാൻ പോകുന്നു എന്ന ചരിത്ര നിമിഷത്തിനെയാണ് നാളെ വൈകുന്നേരത്തെ 4:30 എന്ന സമയത്താണ് അത് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഘട്ടം, ആദ്യഘട്ടങ്ങളെല്ലാം വിജയകരമായി പോകുന്നു. അതിൻ്റെ ലിഫ്റ്റ് ഓഫ് ഉൾപ്പെടെയുള്ള എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നു. മുമ്പ് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പല ദിവസങ്ങളിൽ ഈ തീയതി മാറുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. തീയതി മാറുന്നു എന്നതല്ല, സുരക്ഷിതമായ
ഒരു ഡോക്കിംഗ് ഒപ്പം സുരക്ഷിതമായ ലിഫ്റ്റ് ഓഫ് ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. കാരണം ISROയുടെ പ്രധാനപ്പെട്ട ടീമംഗങ്ങളെല്ലാം മെയ് 25-ന് തന്നെ അവിടെ ഉണ്ടായിരുന്നു. മെയ് 29-ലെ വിക്ഷേപണം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മടങ്ങിയ ശേഷമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വിക്ഷേപണം നടക്കുന്നത്. ISRO ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു നേരത്തെ. പക്ഷേ ഈ വിക്ഷേപണം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. 7 തവണ മാറ്റിവെച്ച് 8ാം തവണ അത് വിജയകരമായി ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ കഴിയുന്നു. ഇതിപ്പോ റോക്കറ്റിൽ നിന്നും മൊഡ്യൂൾ സെപ്പറേറ്റ് ചെയ്യൽ ഏറ്റവും നിർണായകമായ, ഏറ്റവും ക്രൂഷ്യലായ, ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടമാണ്. ആ ഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിച്ച മൊഡ്യൂൾ അതിൻ്റെ സ്വന്തം ആവേഗത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്, എപ്പോഴാണ് ഗോകുൽ? തീർച്ചയായും ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടം അത് സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ചെയ്യുന്നതാണ്. ആ ഡോക്കിംഗ് നമ്മൾ മുമ്പും ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് ഒക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ബഹിരാകാശ മേഖലയിൽ നടക്കുന്നതാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഈ ഡോക്കിംഗ് സ്റ്റേജിലാണ് ഈ ഡ്രാഗൺ പേടകം അത് സ്പേസ് സ്റ്റേഷനിലെ മൊഡ്യൂളിലേക്ക് ബന്ധിപ്പിക്കുക. അവിടെയാണ് ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. അവർ സ്പേസ് സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുക. പിന്നീടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ 30 രാജ്യങ്ങളിൽ നിന്നുള്ള 61 പരീക്ഷണങ്ങൾ, അതിൽ ഇന്ത്യയിൽ നിന്നുള്ള 7 പരീക്ഷണങ്ങൾ, ഇതൊക്കെ നടക്കാൻ പോകുന്നത് ഈ 14 ദിവസത്തെ ദൗത്യത്തിനിടയിൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമായിരിക്കും. ഒപ്പം ഈ മൈക്രോ ഗ്രാവിറ്റി നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മുമ്പ് രാജഗോപാൽ കമ്മത്ത് ഉൾപ്പെടെ സൂചിപ്പിച്ചു. കാരണം ബഹിരാകാശ ടൂറിസം ആയാലും ഇനിയുള്ള ബഹിരാകാശ പരിവേഷണത്തിലായാലും അത് ഗഗൻയാനിലാവട്ടെ, അതിനുശേഷം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിലാവട്ടെ, ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള 2047 ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ചാന്ദ്ര ദൗത്യത്തിലാവട്ടെ, ഇതിലേക്കൊക്കെ നിർണായകമാവുക ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെ നമ്മുടെ മെറ്റബോളിസം, ബോഡി മെറ്റബോളിസം എങ്ങനെയാണ്, നമ്മുടെ പേശികളുടെയും എല്ലുകളുടെയും ഒക്കെ നാശം സംഭവിക്കുന്നത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ നമുക്ക് അതിലുണ്ടാകുന്ന റിയാക്ഷൻസ് എങ്ങനെയാണ്, ബോഡി ലിക്വിഡ് മെറ്റബോളിസം ഒക്കെ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ മിഷനിൽ ഈ ശുഭാംശു ശുക്ലയൊക്കെ ചെയ്യുക. ഒപ്പം നമ്മൾ ഈ കൊടുത്തുവിട്ടിരിക്കുന്ന വിത്തുകളൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുൾപ്പെടെ വിത്തുകൾ, അത് വഴുതനയുണ്ട്, നെല്ലുണ്ട്, ഒപ്പം തക്കാളിയുടെ വിത്തുണ്ട്, ഈ പയറിന്റെ വിത്തുകളുണ്ട്. അങ്ങനെ ഒരു 6 കൂട്ടം വിത്തുകൾ നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. ഈ വിത്തുകൾക്കൊക്കെ ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ എത്തുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു, അതിനെന്ത് മാറ്റം സംഭവിക്കുന്നു, അത് മുളപ്പിക്കുക എന്നൊരു ശ്രമം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ വിത്തുകൾ ആ മൈക്രോ ഗ്രാവിറ്റിയിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്.